ഒറ്റ രാത്രി കൊണ്ട് 41 പേരെ ഇല്ലാതാക്കാൻ പാകത്തിന് നടന്ന രാഷ്ട്രീയ ചുവടുവെപ്പാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കണ്ടത്. സ്റ്റാലിന്റെ DMK-യെ അടിച്ച് തറപറ്റിക്കാനായിട്ട് സിനിമാ ജീവിതത്തോട് പോലും വിട പറഞ്ഞുകൊണ്ട് വിജയ് TVK എന്ന പുതിയ പാർട്ടിയുമായി വന്നതിനിടയ്ക്ക് നടത്തിയ എല്ലാ റാലികളും തന്നെ സംഘടനാ മികവ് കൊണ്ട് നല്ല പേര് കേട്ടതാണ്. ഈ നല്ല പേരെന്ന് പറയുന്നത് അത്ര നല്ലതല്ല എന്നുകൂടി നല്ലതുപോലെ എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയാണ് എങ്കിൽ കൂടിയും വിജയെ അടിച്ചാക്ഷേപിച്ചുകൊണ്ടോ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടോ ആരും തന്നെ രംഗത്ത് വരുന്നില്ല എന്നതും ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി സ്റ്റാലിൻ എന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി വിളിച്ചതോടൊപ്പം തന്നെ വിജയെ കൂടെ വിളിക്കുന്നത്. നീണ്ട 15 മിനിറ്റ് നേരം രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചതിനു ശേഷമാണ് വിജയ് ദുരന്തം നടന്ന 34-ാം മണിക്കൂറിൽ തന്റെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. അതുമാത്രവുമല്ല, ദുരന്ത മുഖത്തേക്ക് ചെല്ലാനുള്ള അനുമതി വിജയ്ക്ക് പോലീസ് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം നിർമ്മല സീതാരാമൻ കാരൂരിലെ ദുരന്ത മുഖത്തേക്ക് എത്തുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്ന രംഗങ്ങളും നമ്മൾ ഇന്ന് കണ്ടു. എന്നാൽ ഇവിടെ കൃത്യമായ അഭിപ്രായ പ്രകടനം നടത്തുകയാണ് ശശി തരൂർ. കോൺഗ്രസ് MP ശശി തരൂർ അഗാധമായ ദുഃഖമാണ് രേഖപ്പെടുത്തുന്നത്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിൽ അദ്ദേഹം അതൃപ്തി നല്ലതുപോലെ അറിയിക്കുന്നുമുണ്ട്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള രാജ്യത്തിന്റെ പോരായ്മകൾ ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമാണ് എന്നാണ് തരൂരിന്റെ ചൂണ്ടിക്കാട്ടൽ. കരൂർ ദുരന്തത്തിന് തൊട്ടു മുൻപ് ബംഗളൂരുവിൽ നടന്ന സമാനമായ സംഭവത്തിൽ 11 പേർ മരണപ്പെട്ടിരുന്നു. ഹൃദയം തകർന്നു പോകുന്നു. പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും ഇത്തരം അപകടങ്ങളിൽ മരണപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ തരൂർ പറയുന്നത് ഹൃദയം നടുങ്ങിപ്പോവുകയാണ്. സാധാരണക്കാരെ സംരക്ഷിക്കാൻ ദേശീയ തലത്തിൽ ഒരു വ്യവസ്ഥാപിത നയത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ഇവിടെ ഊന്നി പറയുന്നുണ്ട്. സിനിമാ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ എന്നിവരെ കാണാൻ വരുന്ന വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശക്തമായ നിയമങ്ങളും പ്രോട്ടോകോളുകളും ആവശ്യമാണ് എന്നാണ് തരൂരിന്റെ ആവശ്യം. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അടിയന്തരമായി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുക ചെയ്യുന്നുണ്ട്. ഇവ നടപ്പിലായില്ല എങ്കിൽ പ്രിയപ്പെട്ടവരുടെ ജീവൻ ഇത്തരം ദുരന്തങ്ങളിൽ നഷ്ടപ്പെടുമെന്നാണ്, അത് തടയാനാവില്ല എന്നുമൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് തന്റെ ഹൃദയം നടുങ്ങുന്ന വേദനയെ രേഖപ്പെടുത്തി വെക്കുന്നത്.